നീ ഇപ്പൊ പറയുന്നതാണെങ്കിൽ ഒരു പെണ്ണിനെ പറ്റിയുള്ള മോശം പരിപാടിയല്ലേ പറഞ്ഞിരിക്കണേ. അത് കേൾക്കും, അത് പറയുമ്പോ അനക്കുള്ള സുഖവും, അത് കേൾക്കുമ്പോൾ ഈ ഇത് വിറ്റ് കാശാക്കുമ്പോ ന്യൂസ് ആക്കുമ്പോ വായിക്കുമ്പോഴും സുഖമല്ലേ. ഈ നോക്കണം എല്ലാ പെൺകുട്ടിക്കും മറയുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഡ്രസ് മാറുമ്പോ എടാ പെൺകുട്ടികൾക്ക് ഡ്രസ് മാറാൻ തെങ്ങിന് മറ ഏത് കമ്മീഷനെ കൊടുക്കും. നിങ്ങളത് ഇഷ്ടം ഉണ്ടാ മതി, അല്ലെങ്കിൽ ഈ വല്ല മറയും നോക്കി പോയിക്കോ. ഡ്രസ് മാറാതെ അല്ലെങ്കിൽ മുദ്രയ്ക്ക് നോക്കി ഈ ഒരു മാധ്യമത്തിൽ പറയണം. ഈ ഐശ്വര്യത്തിലും മധുരമേലും മനോരമേലും കാര്യം പറയാൻ പറ്റുന്നുണ്ട്. അത് ചെയ്യണ പറ്റുമോ? ഈ കണ്ടിട്ടുണ്ടോ അവിടെ കേറിയിട്ട അയാളെ നഗ്നരാക്കാനും മോശമാക്കാനും ഉപയോഗിക്കണം. തൊലി വിരിയാൻ വാർത്തകൾ കൊടുക്കാനും നിങ്ങൾക്ക് പറ്റുന്ന പറയാം. പക്ഷെ ഇതൊക്കെ ഇല്ലാതെയാക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്, ഇങ്ങനെയല്ല ചോദിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഇടങ്ങളിലേക്കും ഇങ്ങനിലേക്കൊന്നും ഇറങ്ങിച്ചില്ല. ചേട്ടാ കുറ്റിച്ചെടിയുടെ ബാക്കിലും അതേപോലെ മരത്തിന്റെ ബാക്കിലൊക്കെ ഡ്രസ് മാറുന്നത് ശരിയാണ്. ശരിയായിരിക്കും. അത്രയ്ക്ക് അതമ്പതിച്ചോ? അത്രയ്ക്ക് അതമ്പതിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ഭാഗത്തൊക്കെ സിനിമയല്ല മൊത്തം അങ്ങനെയാണല്ലോ അതിൽ എഴുതിയിട്ട്. ഇതൊക്കെ നോക്കണ കാരണം പറഞ്ഞൊന്നും ഡ്രസ് മാറുണ്ട്. അല്ലെങ്കിൽ നോക്കണ ഡ്രസ് മാറാം. ഈ ക്യാമറയും കൊണ്ട് വരില്ലേ ഇതിന്റെ അടിക്ക്. അല്ലാതെ പിന്നെ എന്താ ചെയ്യാ? പറഞ്ഞ ഡ്രസ് മാറണ്ടേ? എടോ കുളിക്കുന്നവൻ അയച്ചിട്ട് നിന്നിട്ടാ നഗ്നനായി നിന്നോണ്ടാ കുളിക്കണേന്ന് നിങ്ങൾ വേണമെങ്കിൽ ക്യാപ്ഷന് കേൾക്കും. അത് ഒഴിഞ്ഞു നോക്കണം അല്ല പ്രശ്നം. അയാൾ അയച്ചിട്ട് കുളിക്കണമെന്നാണ് പ്രശ്നം. ആണാ എങ്ങനെ ഇടാൻ പറ്റില്ല? എന്ത് അതുകൊണ്ടാണ് ഇടാത്തല്ല. അത്യാവശ്യം കിട്ടാനുണ്ട്. ആ റിപ്പോർട്ടിൽ അങ്ങനെ ആയിരിക്കും. അവരെ ഭാഗത്തൊക്കെ തന്നെയായിരിക്കും. മലയാളത്തിൽ മാത്രമല്ല ഇന്ത്യയിലുള്ളത്. ഇപ്പൊ നമ്മള് ഇവിടെ ആർക്കും ഡ്രസ് മാറാൻ സ്ഥലം കൊടുക്കാതൊന്നുമില്ല. ഡ്രസ് മാറാൻ സ്ഥലം കൊടുക്കാത്തുണ്ടെങ്കിൽ അവിടെ കയറാൻ പോകാത്ത സ്ഥലമായിരിക്കും. അതിലൊക്കെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതൊന്നും നീ കാണിക്കാ ഏടാതെ അവിടെ കയറാൻ വരുന്നതിനാണ് മുന്നേ ആൾക്കാർ റോഡിൽ ഡ്രസ് മാറിയിട്ടുണ്ട്. അത് ചിലപ്പോ സാരിയുടെ മറയിലെന്നിട്ട് പെൺകുട്ടികളുടെ ഡ്രസ് മാറിയിട്ടുള്ളത്. ഞാൻ ഇപ്പോഴും ഡ്രസ് മാറും റോഡിൽ നിന്നിട്ട്. ഒരു മുണ്ടുണ്ടെങ്കിൽ അത് ഞാൻ ഡ്രസ് മാറാൻ പറ്റുമോ? പറ്റും. ഇവിടെ റോഡിൽ വന്നിട്ടുണ്ടെങ്കിൽ മുതൽ ആണുങ്ങളൊക്കെ മുണ്ടൂക്കിയിരിക്കും ഇല്ലേ? അങ്ങനെ ചെയ്താലും പ്രശ്നമില്ലെന്നല്ല. ചില സമയങ്ങളിൽ നമുക്ക് അത്ര സൗകര്യങ്ങളെ കിട്ടുള്ളൂ. അവിടേക്കൊന്നും വണ്ടി പോലും പോവില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പുറത്തുനിന്ന് ഡ്രസ് മാറേണ്ടി വരും. അപ്പോൾ മറ പിടിച്ച് മാറുന്നത് കൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ആരെങ്കിലൊക്കെ എത്തി നോക്കി ക്യാമറ എടുക്കൊണ്ടായിരുന്നു. ഇതിപ്പോ ക്യാമറ ഇല്ലാത്ത കാലത്ത് ക്യാമറയൊന്നും ഉണ്ടായിരുന്നില്ല. ആരും ഫോട്ടോ എടുക്കില്ലല്ലോ. ഇന്നിപ്പോ എന്തെങ്കിലും കണ്ട അവിടുന്ന് സൂം ചെയ്ത് എടുക്കില്ലൊക്കെ. കാരണം ഒരു പെൺകുട്ടിയുടെ പെൺകുട്ടി ഇങ്ങനെ ഇരിക്കണം ഫോട്ടോ ഇട്ടിരിക്കുക. വസ്ത്രം ധരിച്ചു അത്യാവശ്യം എല്ലാം മറിയുടെ ഭാഗമൊക്കെ മറച്ചിട്ടുണ്ട്. എന്നിട്ട് അവൻ പെട്ടെന്ന് ഫോട്ടോ എടുത്തിരിക്കുക. എന്നിട്ട് പറയാ എന്ത് വസ്ത്രധാരണ മണക്കുന്നു. അവനവിടെ നിന്ന് ഫോട്ടോ എടുത്തതല്ല പ്രശ്നം, എന്ത് മോശപ്പെട്ട വസ്ത്രധാരണമാണെന്ന്. അതാ പറഞ്ഞേ someone who is bathing inside the bathroom and they are saying, oh, he is naked. Who is exactly doing wrong? The bathroom guy? എന്നിട്ട് അവിടെ ചോദിക്കുക ഒളിഞ്ഞു മറിഞ്ഞു ഡ്രസ് മാറണം. വായിച്ച് എന്തോന്നാണ് നമ്മൾ വിലയിരുത്തുന്നല്ല. ഇതൊക്കെ വിലയിരുത്താൻ വേണ്ടി ആമിഷന്റെ റിപ്പോർട്ട് വായിക്കണ്ടായിരുന്നില്ല. വീട്ടിൽ അടിച്ച് കുളി പഠിച്ച് കറക്റ്റായിട്ട് ജോലി കണ്ടുപിടിച്ച് അതാ പറഞ്ഞു. 24 മണിക്കൂർ വാർത്ത കളിക്കുന്നതിന് കണ്ടോണ്ടിരിക്കണം. അതൊന്നും സത്യമല്ല. 24 മണിക്കൂർ വാർത്തകൾ ഉള്ളി മനസ്സിലായ നിങ്ങളത് ഇഷ്ടം കണ്ടാ മതി. അല്ലെങ്കിൽ ഈ വല്ല മറയും നോക്കി പോയിക്കോ. ഡ്രസ് മാറാതെ അല്ലെങ്കിൽ മുദ്രയ്ക്ക് നോക്കി അതല്ല വേണ്ടത്. ഈ അതൊക്കെ ചോദിച്ചു ഇതൊക്കെ എന്തിനും ചൂണ്ടേന്ന് പറയാമോ? ഓൻ എന്താ പറഞ്ഞു? ഓനെ കാണുന്നില്ലല്ലോ ആരും. ഞാനിരുന്ന് പറയണമല്ലേ. ചോദിച്ചതിലൊരു തെറ്റുണ്ട്. ഏത് മറയില്ലാത്ത ഈ പറഞ്ഞ മരത്തിന്റെ മറയിൽ നിന്നിട്ടാണ് ഡ്രസ് മാറുന്നത്. നീ എവിടെ കണ്ടിട്ടുള്ളത് മരത്തിന്റെ മറയിൽ നിന്ന് ഡ്രസ് മാറുന്നില്ല? പുറത്ത് വന്ന റിപ്പോർട്ടല്ലേ കണ്ടിട്ടുള്ളൂ. ഏതെങ്കിലും മരത്തിന്റെ മറയിൽ നിന്ന് ഡ്രസ് മാറിയിട്ടില്ല. നമുക്ക് കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല നമ്മൾ ചോദിക്കുള്ളൂ. നമുക്ക് കേൾക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? മലയാള സിനിമയിൽ അങ്ങനെ ഡ്രസ് മാറാൻ പറഞ്ഞു കൊടുക്കുന്നതാണോ ചൊല്ലി? ആണോ? അങ്ങനത്തെയാണ് വരുന്നത് വെച്ചിട്ട് അത് നടക്കുന്നതുണ്ടോ? നീ ഇപ്പൊ പറയുന്നതാണെങ്കിൽ ഒരു പെണ്ണിനെ പറ്റിയിട്ടുള്ള മോശം പരിപാടിയല്ലേ പറഞ്ഞിരിക്കണേ. അത് കേൾക്കും, അത് പറയുമ്പോ അനക്കുള്ള സുഖവും,
അത് കേൾക്കുമ്പോൾ ഈ ഇത് വിറ്റ് കാശാക്കുമ്പോ ന്യൂസ് ആക്കുമ്പോ വായിക്കുമ്പോഴും സുഖമല്ലേ? ഈ നോക്കണം എല്ലാ പെൺകുട്ടിക്കും മാറയുണ്ടാക്കി കൊടുക്കുമ്പോണ്ടേ ഡ്രസ് പറഞ്ഞപ്പോ എടാ പെൺകുട്ടികൾക്ക് ഡ്രസ് മാറാൻ തേങ്ങ മാറാൻ ഏത് കമ്മീഷനെ കൊടുക്കും? പെൺകുട്ടിന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്താണെങ്കിലും അനക്ക് ആൺകുട്ടീനെ താല്പര്യമാണെങ്കിൽ പെൺകുട്ടിയാണ് എന്താണെങ്കിലും തെങ്ങിന്റെ മറയുന്ന ഡ്രസ് മാറിയ കാര്യം ചോദിക്കേണ്ട കാര്യം എന്റെ അടുത്ത് അതെന്താ കാര്യം? ഈ അങ്ങനൊരു കാര്യം നടന്നു നമുക്കറിയാം. അതായത് ഷൈൻ ചേട്ടൻ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് എല്ലാ വീട്ടിലും ഞാൻ വർക്ക് ചെയ്യുന്ന ആളാണ്. ഈ ഒരു മാധ്യമത്തിൽ വർക്ക് ചെയ്യണം. ഈ ഐശ്വര്യത്തിലും മാതൃമേലും മനോരമയിലും കാര്യം പറയാൻ പറ്റുന്നുണ്ട്. അത് ചെയ്യണ കാര്യം പറ്റുമോ? ഈ കണ്ടിട്ടുണ്ടോ? അവിടെ കേറിയിട്ടുണ്ടോ? ഒരു സിനിമയിൽ ഞാൻ വർക്ക് ചെയ്യണ എല്ലാ സിനിമയ്ക്കും നടക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. ഒരു പഞ്ചായത്തിലൊരു പഞ്ചായത്ത് മെമ്പർ എല്ലാ പഞ്ചായത്തിലും കാര്യമുള്ളവരും ഈ ഇപ്പൊ ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് കണ്ടാൽ പോലെ. ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കാൻ പാടില്ല എന്നാണല്ലോ നമ്മളൊക്കെ പറയണം അല്ലേ? ചേട്ടാ ഒരു നടിക്കൊരു പ്രശ്നങ്ങൾ വരുമ്പോഴും ഇത് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചാൽ മതിയോ? നമ്മളല്ല തീരുമാനിക്കേണ്ടത്. നമ്മൾ ഓരോ അല്ല നമ്മള് ഒരു നടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴും നമ്മൾ ഇതേപോലെ തന്നെ ഒരു സ്റ്റാൻഡ് എടുത്താൽ മതിയാന്ന് ചോദിക്കുന്നത്. അപ്പൊ ഏതാ സ്റ്റാൻഡ്? അതായത് ഇപ്പൊ ഷൈൻചേട്ടൻ പറഞ്ഞ പോലെ അവര് പുറത്ത് പറ സ്റ്റാൻഡ് പറയും. ഇത് ഞങ്ങളെങ്ങനെ ഷൂട്ട് ചെയ്യും? നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ ഒരു ഉൾപ്പില്ല അതുകൊണ്ടാണ് ഞാൻ തിരിഞ്ഞത്. എനിക്ക് കുറച്ച് ഉൾപ്പുണ്ട് നിങ്ങളുടെ മുന്നിൽ കാണിക്കുക. ഇത് കാണിക്കണമെന്ന് എനിക്ക് ഉൾപ്പുണ്ടായിട്ടല്ല. എനിക്കുണ്ടല്ലോ കുറച്ച് മാന്യത. നിങ്ങളിപ്പോ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചോ? ഇല്ല, ഇത് ഞാൻ കാട്ടുന്നില്ല. എന്റെ ഡയലോഗി നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ടില്ലേ? ഇതൊക്കെ പോകാൻ ഷൂട്ട് ചെയ്തു. 24 മണിക്കൂർ നിങ്ങൾ ക്യാമറ വെച്ച് പിന്നെ നടക്കുന്നത് എനിക്കറിയാം. ഒരാളെ ഡ്രസ്സ് മാത്രമല്ല അയാളെ നഗ്നരാക്കാനും മോശമാക്കാനും ഉപയോഗിക്കണം. തൊലി വിരിയാണ് വാർത്തകൾ കൊടുക്കാനും നിങ്ങൾക്ക് പറ്റുമെന്ന് പറയാം. പക്ഷെ ഇതൊക്കെ ഇല്ലാതെയാക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്, ഇങ്ങനെയല്ല ചോദിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഇടങ്ങളിലേക്കും ഇങ്ങനിലേക്കും ഒന്ന് ഇറങ്ങിച്ചില്ല. പഠനത്തെ കുറിച്ചുള്ള എന്തെങ്കിലും വാർത്തകൾ ഇനി അറിയണ്ട. സിനിമ തിയേറ്ററിൽ കണ്ടിട്ടേ ഇന്നലെ നമ്മുടെ സിനിമ എല്ലാവർക്കും ഇപ്പൊ ഇഷ്ടായി. സി നമ്മുടെ പടം ഒരു സ്ട്രെസ് ഫ്രീ പടമാണ്. സ്ട്രെസ് ഫ്രീ പടം ചേട്ടാ. അതുകൊണ്ട് നമുക്ക് സ്ട്രെസ് ഫ്രീ ആവാം. അതാണ് ഇമ്പോർട്ടന്റ്. പക്ഷെ ഐ എം വെരി ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ. നമുക്ക് നല്ല റിപ്പോർട്ട്സ് കിട്ടി. ഫൺ റൈഡ് ആണ്, സ്ട്രെസ് ഫ്രീ ആണ്, നോ ടെൻഷൻ, നോ പ്രോബ്ലം. ഐ ഹോപ്പ് നിങ്ങൾ എല്ലാവരും പോയിട്ട് കണ്ടിട്ടുണ്ടോ? Did you watch? ഇല്ല, പ്ലീസ് ഗോ വാച്ച് നമ്മുടെ പടം. പുള്ളി 2 വർഷം കണ്ടിട്ട് ഞാനാ വെടി എന്റെ ക്യാരക്ടർ. 2 വർഷം കണ്ടാളോ? താങ്ക് യു ഫോർ വാച്ചിങ് നമ്മുടെ പടം. താങ്ക് യു. അല്ല അടിപൊളിയായിരുന്നു. പാട്ടാണ് പുള്ളിക്ക് ഇഷ്ടപ്പെടുന്നത്. ദീപ്തി പാടിയ പാട്ട് അതല്ല, എനിക്ക് താനാരോ ആരോ പാടിയ I started, പക്ഷെ ഞാൻ 2 വോയിസ് ഉണ്ടല്ലോ, മെയിൽ വോയിസും ഫീമെയിലും ഉണ്ട്. അവരോട് പാടാൻ പറഞ്ഞ പാട്ടാണല്ലോ. പക്ഷെ പാട്ട് പാടിയത് പറയണം. പക്ഷെ മെയിൽ വോയിസ് അടിപൊളി. അത് സൂപ്പറായിട്ട് നല്ല രസമുണ്ട്. കൊച്ചുകുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര കൊച്ചുകുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അല്ലല്ല ഞാനേ നമ്മള് പിള്ളേരൊക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോ ഭയങ്കര ഇഷ്ടമാണ്. അതെ, വീട്ടില് ഫാമിലി ഉണ്ടോ ചേട്ടാ? കൂട്ടു ഫാമിലിയാണ്. അപ്പൊ ഈ പിള്ളേർക്ക് ഇഷ്ടമാണ്. ഒക്കെ റീൽസ് അത് പിന്നെ പോയി. ഫസ്റ്റ് നമ്മൾ ആദ്യം കാണുമല്ലോ, എന്നിട്ട് എങ്ങനെയുണ്ട് നോക്കണ്ടേ. ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടും. ഫാമിലിക്ക് പറ്റും. മറ്റു കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാൻ ഈ പറഞ്ഞ പോലെ ഓപ്പൺ ഡിസ്കഷൻസ് ഇല്ലാത്തത് കൊണ്ടാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ അടിപൊളി പടം.